കാരണം ഇത് BJP ആണല്ലോ, അത് എങ്ങോട്ട് നന്നാകാനാണ്? BJP ആണ്. കേരളത്തിലെത്തുമ്പോൾ KJP എന്ന് തന്നെയാണ് അവരിൽ തന്നെ ഉള്ള ഒരു വലിയൊരു വിഭാഗം ഈ പാർട്ടിയെ വിശേഷിപ്പിക്കുകയും ചെയ്തത്. നമുക്കറിയാം, ഈ ഒരു കോർ കമ്മിറ്റി ഇവിടെ ചേരാൻ തന്നെ എത്ര കാലമെടുത്തു? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കോർ കമ്മിറ്റി ചേർന്നത്. ഇത്രയും ആകെ വിളിച്ചത് അത് മാത്രമാണ്. എന്തുകൊണ്ടാണ് കോർ കമ്മിറ്റി ചേരാൻ വേണ്ടി ഇത്ര വൈകിയത്? കാരണം അതിൽ പലർക്കും പരാതിയുണ്ട്. പരാതി എന്താണ്? പാർട്ടിയെ വഞ്ചിച്ചു എന്നൊന്നുമല്ല, അവന് കിട്ടി ഇവന് കിട്ടിയില്ല എന്നുള്ളതാണ് പരാതി. ആ പരാതിയാണ് ഉയർന്നു വരികയും അങ്ങനെ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അന്വേഷണം എന്ന ലേബലിൽ ചിലതൊക്കെ നടക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ BJPയിൽ അവരുടെ പൈസ, അവരുടെ ഫണ്ട്, അവരുടെ തെരഞ്ഞെടുപ്പ് എല്ലാം അവർ ചെലവഴിക്കുന്ന, അവർ നടത്തുന്ന തട്ടിപ്പ്, അതിൽ നമുക്കൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ BJP നേതാക്കൾക്കും അണികൾക്കും ഉള്ള ഒരു മാനസിക നിലയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം UPA സർക്കാരിനെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുമ്പോൾ അന്ന് 2G സ്പെക്ട്രം അടക്കമുള്ള അഴിമതി, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി, അങ്ങനെ വലിയ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് UPAക്കെതിരെയുള്ള വലിയ സമരം BJP അടക്കമുള്ളവർ നയിക്കുകയും അങ്ങനെ അത് UPAയുടെ പതനത്തിന് കാരണമാവുകയും ചെയ്തത്. 2014 ശേഷം BJP അധികാരത്തിൽ വന്ന ശേഷം ഇത്രയും കാലം എത്രത്തോളം അഴിമതി നടന്നിട്ടുണ്ടാകുമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ പാർട്ടിക്കുള്ളിൽ നടന്ന ഈ അഴിമതി. പാർട്ടിക്കുള്ളിൽ ഇത്രയ്ക്കും കക്കാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ രാജ്യത്ത് എത്രത്തോളം അഴിമതി ഇവർ നടത്തിയിട്ടുണ്ടാകും? എന്തായാലും ഭരണത്തിൻ്റെ തണലിലാണല്ലോ തട്ടിപ്പ് നടത്താനും കട്ടുമുടിക്കാനും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. തെരഞ്ഞെടുപ്പ് കാലം പ്രതിപക്ഷത്തിൽ ആയിരിക്കുമ്പോഴല്ലോ. അപ്പോൾ ഇതൊക്കെ ചെറിയ തട്ടിപ്പ്. ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ട് തിരിമറി നടത്തിയ തട്ടിപ്പ് മാത്രമാണിത്. ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞത് രാജ്യത്തൊട്ടാകെ നടക്കുന്ന വൻകിട പദ്ധതികൾ. ഇപ്പം നിതിൻ ഗഡ്കരിയൊക്കെ അനൗൺസ് ചെയ്യുന്ന പദ്ധതികളുടെ വലുപ്പം, അതിലെ കോടികൾ, സഹസ്ര കോടികളുടെ പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത്. അതിലൊക്കെ എത്ര കോടികൾ ഇവിടെ കയ്യിലേക്ക് പോകും? പണ്ടൊക്കെ അഴിമതി നടത്തിയിരുന്നത് എങ്ങനെയാണ്? ഒരു പാലം പണിയുമ്പം അതിൻ്റെ 100 ചാക്ക് സിമെൻ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 10 ചാക്ക് കട്ട് വീട്ടിൽ കൊണ്ടുപോകുക എന്നുള്ളത് പണ്ട് കാലത്തെ അഴിമതി. നമ്മൾ പഞ്ചവടി പാലത്തിലൊക്കെ കണ്ടത് അതാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ അഴിമതി അങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ കാലത്തെ അഴിമതി എന്ന് പറഞ്ഞാൽ കമ്മീഷനാണ്. ഏത് പദ്ധതി പ്രഖ്യാപിച്ചാലും അതിൽ നിശ്ചിത ശതമാനം കമ്മീഷൻ ഇന്ന ആളുകൾക്ക് പോകും. അതാണ് ഇപ്പോൾ നടക്കുന്ന അഴിമതി. അത് പദ്ധതി നടപ്പിലാക്കണമെന്നൊന്നുമില്ല. ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, അതിൻ്റെ പഠനത്തിന് മാത്രമായി വലിയ ഫണ്ടുണ്ടാകും. ആ ഫണ്ടിൽ തന്നെ കമ്മീഷൻ അടിക്കാൻ പറ്റും. ഇനി DPR തയ്യാറാക്കാൻ മാത്രമായി ഒരു ഫണ്ടുണ്ടാകും. അതിന് കൃത്യമായി കൺസൾട്ടൻസിക്ക് വേറെ ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ എല്ലാത്തിനും ഫണ്ടാണ്. ഈ ഫണ്ടിൽ നിശ്ചിത ശതമാനം, കൃത്യമായ ശതമാനമല്ല, അവർക്ക് തോന്നുന്ന ശതമാനം ഇന്ന ആളുകൾക്ക് പങ്കുവെച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. വളരെ കൂളായി കാര്യങ്ങൾ ചെയ്യാം. ഒരു അന്വേഷണത്തിനും ഇത് തെളിയാനും പോകുന്നില്ല. ഇനി BJP ആണ് ഭരിക്കുന്നത്. BJP ഭരിക്കുമ്പോൾ ഒരു അന്വേഷണം വരാനും പോകുന്നില്ല. ED കേസുകൾ നിരവധിയായി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ എത്ര കേസ് BJP നേതാക്കൾക്കെതിരെ, ഏതെങ്കിലും BJP മന്ത്രിക്കെതിരെ, ഏതെങ്കിലും BJP MLAക്കെതിരെ, ഏതെങ്കിലും BJPയുടെ പഞ്ചായത്ത് മെമ്പർക്കെതിരെ എടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പം BJPക്കാരുടെ ഒരു മാനസിക നില രാജ്യത്ത് ഇങ്ങനെയാണ്. എന്തും ചെയ്യാം, ഏത് അഴിമതിയും ഏത് തട്ടിപ്പ് നടത്താം. അപ്പോൾ പാർട്ടിയിൽ നടത്തിയ തട്ടിപ്പ് പുറത്തു വന്നത് എന്തുകൊണ്ടാണ്? അത് പാർട്ടിയിലുള്ള പരസ്പര ഫണ്ട് വിതരണത്തിലെ അപാകത അല്ലെങ്കിൽ അതിലുള്ള ഒരു ഇംബാലൻസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. ഇപ്പോൾ ഈ പൈസ ഇപ്പോൾ എല്ലാ മണ്ഡലത്തിനും പണം കിട്ടിയിട്ടുണ്ട്. അതിൽ ഇവർ പറയുന്ന എന്ത് മണ്ഡലം എന്നാ പറയുക? സാധ്യതയുള്ള A ക്ലാസ് മണ്ഡലങ്ങൾക്ക് കൂടുതൽ ഫണ്ട് കിട്ടിയിട്ടുണ്ടാവും. തൊട്ട് താഴെയുള്ള കുറച്ചുകൂടി അതിന് തൊട്ട് താഴെയുള്ള ഫണ്ട് കിട്ടിയിട്ടുണ്ടാവും. വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്ത മണ്ഡലങ്ങൾക്ക് ചെറിയ പൈസ പറയുന്നുണ്ട്. ഇന്നലത്തെ കോർ കമ്മിറ്റിയിൽ വട്ടിയൂർക്കാവുമായി ബന്ധപ്പെട്ട് ഇത്തരം ആക്ഷേപങ്ങളുണ്ട്. അങ്ങോട്ട് വന്ന പണം വേറെ എന്നാണ് ശ്രീലേഖയുടെ ആരോപണം. 2020 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അഖിൽ മാരാറൊക്കെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സാബു ജേക്കബിന് പോയ പൈസ വേറെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഫണ്ട് ചെലവഴിക്കാൻ ഇവർക്ക് കഴിയും. അങ്ങനെയാണ് ഇവരുടെ മാനസികാവസ്ഥ. അങ്ങനെ ഞങ്ങൾ എന്തും ചെയ്യും, ഞങ്ങൾക്ക് പൈസ ഇത്രത്തോളം ചെലവഴിക്കാം, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു EDയും വരില്ല, ഒരു കേന്ദ്ര ഏജൻസികളും ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വരില്ല, പിന്നെ ഞങ്ങൾക്ക് എന്തും ചെയ്തുകൂടെ? അപ്പോൾ കേന്ദ്ര പദ്ധതികളിലടക്കം നടക്കുന്ന ഈ ഓരോ സംസ്ഥാനങ്ങൾ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് BJP ആണല്ലോ. ഈ സംസ്ഥാനങ്ങളിലൊക്കെ എത്രയെത്ര പദ്ധതികൾ എന്നും പ്രഖ്യാപിക്കപ്പെടുന്നു, ഏതൊക്കെ നടപ്പിലാക്കുന്നു എന്നും ഇവിടെ കേരളത്തിലൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. പദ്ധതി നടപ്പിലായോ, ഇല്ലേ, എപ്പോൾ നടപ്പിലാകും എന്നുള്ള ചോദ്യമെങ്കിലും വരും. മറ്റു പല സംസ്ഥാനങ്ങളിലും അതുപോലുമില്ല. അപ്പോൾ എത്രയെത്ര പദ്ധതികൾ ഇങ്ങനെ വലിയ അഴിമതികൾ ഈ ഇന്ത്യയിൽ നടക്കുന്നുണ്ടാകും. അതിൻ്റെ സൂചനയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ മറ്റൊരു കാര്യം, കൊടകര എന്ന് പറയുന്ന കൊടകര കുഴൽപ്പണ കേസിനെ കുറിച്ച് നമുക്കറിയാലോ. ഈ കേസ് ഇപ്പോൾ എന്ത് സംഭവിച്ചു, ആ കേസിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യവും അവശേഷിക്കുന്നത്. അതിൽ സംസ്ഥാന പ്രസിഡൻ്റാണ് അതിൽ പ്രധാന പങ്ക് വഹിച്ചത് എന്നുള്ള ആരോപണവും വന്നു. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രം BJPക്ക് നേരത്തെ ഉണ്ട്.
ഭരണത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇത്രത്തോളം അഴിമതി ഒരു പാർട്ടിയുടെ നേതാക്കൾക്ക് നടത്താൻ പറ്റുമെങ്കിൽ ഇവരൊക്കെയാണല്ലോ ഭരണത്തിൽ വരുമെന്ന് ഇപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നത്. അവരൊക്കെ ഭരണത്തിൽ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏതായാലും ഇതൊരു പുതുമ പുതുമയല്ല BJP-യിൽ. ഇത് ഇനിയും ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇതിൽ അന്വേഷിക്കേണ്ടവരും അന്വേഷണം നേരിടേണ്ടവരും ഒക്കെ ഇതിൽ ഈ പാപത്തിൻ്റെ പങ്ക് കൈപ്പറ്റുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.